തകർപ്പൻ എപ്പിസോഡ് നമ്മൾ ഇതാ ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ കാര്യക്കാരില്ലാതെ ഇവിടെ ഒരു കാര്യവും നടക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കാര്യക്കാരെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം. നസീറിക്ക, പ്രസദേട്ട, ബിജുകട്ടൻ ചേട്ടാ, സ്വാഗതം. ഇന്ന് ചിരിക്കാൻ എല്ലാവരും റെഡിയല്ലേ? വിളിച്ചോ, നമുക്ക് വിളിക്കാം. ബിഫോർ ദാറ്റ് നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ ഇന്നൊന്ന് പരിചയപ്പെടാം. കോഴിക്കോട് ജില്ലയിലെ മൂടാടി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേന അംഗങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ചേച്ചിമാരെ വെൽക്കം. ആ ഒരു ഗ്രാമപഞ്ചായത്ത് മൊത്തം ക്ലീൻ ആക്കി വെക്കുന്ന ചേച്ചിമാരാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരുപാട് ചിരിക്കുക, ഇങ്ങനെ കൈ കെട്ടി പുറകോട്ട് ഇരുന്നോളൂ, ചിരിക്കാനായിട്ട് റെഡി ആയിക്കോളൂ. കാരണം നമ്മൾ ആദ്യത്തെ സ്കിറ്റ് കാണാൻ പോവാണ്. ആദ്യത്തെ സ്കിറ്റ് വിളിക്കാം. ഒരു ഗംഭീര സ്കിറ്റുമായിട്ട് അടുത്തത് ഇങ്ങോട്ട് വരാൻ പോകുന്നത് നമ്മുടെ ബിജു വർഗീസ് ഏട്ടൻ, സുധീഷ് ഏട്ടൻ, പിന്നെ ഒരാളും കൂടെ ഉണ്ട്. ആരാന്നറിയോ? നാട്ടിലെ കോമഡിക്കാർ എന്ന സെഗ്മെന്റിലൂടെ നമുക്ക് കിട്ടിയ നമ്മുടെ പുതിയ മുത്ത് മാളു. അപ്പൊ നമുക്ക് അവർ മൂന്നുപേരെയും വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം. അയ്യോ അമ്മ, അയ്യോ എൻ്റെ പൊന്നുമക്കളെ നടന്ന് തളന്ന് അവളെ ഊപ്പാട് വന്ന്. മോളെ, ഇതാണ് നമ്മൾ ഇന്ന് മുതൽ താമസിക്കുന്ന പുതിയ വാടക വീട്. ഇവിടെ ഞാനും നീയും മാത്രം. ഇവിടെ നമ്മൾ സ്വർഗം പണിയോടി, സ്വർഗം പണിയും. ഇവിടെ ഞാൻ പുറത്തു പോയി അരി സാധനങ്ങളൊക്കെ മാച്ചുകൊണ്ട് വരണ സമയം കൊണ്ട് ആരെങ്കിലും വന്ന് ഈ വാതിലിൻ്റെ അവിടെ വന്ന് വിളിച്ചാൽ വെളി ഇറങ്ങരുത്. ചെറുപ്പക്കാരില്ലാത്ത ഏരിയ നോക്കിയാണ് ഞാൻ വീട് എടുത്തേക്കുന്നത്, മനസ്സിലായില്ല? അഥവാ നീ വെളിയിലിറങ്ങി വന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ പരിസരത്ത് ഒരൊറ്റ ആണുങ്ങളും ഇല്ല. എന്റെ പുറകെ വന്ന് എന്റെ ഭാര്യ ഇല്ല. അയ്യോ, എന്റെ ഭാര്യ ഇല്ല. എന്റെ ഭാര്യയോടെ പോയി. ദൈവമേ, ഇതിനകത്തല്ല കയറി. നിമ്മി അണ്ണാ, ഞാൻ കണ്ണം കണ്ടാക്കെ 22:52. ഓക്കെ, എന്റെ ഭാര്യയെ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ആരും കണ്ടില്ല. സംഭവം എന്താണെന്നറിയോ? ഞങ്ങൾ പുതുതായിട്ട് വാടകയ്ക്ക് എടുത്ത വീടാണ് കേട്ടോ ഇത്. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 5 മാസേ ആയുള്ളൂ. ഇത് എത്രാമത്തെ വീടെന്നറിയാ? 5ാമത്തെ വീട്. കാര്യം എന്തെന്നറിയാ? ഇടിച്ചക്ക പ്ലാമൂടുള്ള സുരേന്ദ്രൻ ജോത്സ്യം പറഞ്ഞ് എനിക്ക് ഭാര്യ വാഴൂലെന്ന്. ജോത്സ്യം പറഞ്ഞ് അച്ചിട്ടാണ്. പൂരം നക്ഷത്രത്തിൽ പറഞ്ഞ ഒരു പുരുഷൻ വന്ന് നിന്റെ ഭാര്യ അടിച്ചോണ്ട് പോകുന്നു പറഞ്ഞു. മനസ്സിലായി? അതുകൊണ്ട് എനിക്ക് പേടിയാണ്. ഓരോ വീട് വാടകയ്ക്ക് എടുക്കുമ്പോഴും ഞാൻ നോക്കും 4 സൈഡ് ചെറുപ്പക്കാരില്ലാത്ത വീട് നോക്കി ഈ ഏരിയ കണ്ടുപിടിച്ച് 22:52. മനസ്സിലായ? അതിന്റെ വിഷമം നിങ്ങൾക്ക് അറിഞ്ഞൂടാ? അല്ല, എനിക്ക് മനസ്സിലായില്ല. 2-3 പ്രാവശ്യം പറഞ്ഞില്ല 22-52. എന്താണത്? ഈ കിണയന് 52 വയസ്സും കെട്ടിയ പെണ്ണിന് 22 ആയിപ്പോയി. പക്ഷെ ജോത്സ്യം പറഞ്ഞ അച്ചിട്ടാണ്. ഇനി ചിലപ്പോ എവളെ എന്നെ ബ്ലോക്ക് ചെയ്ത് അപ്പുറത്ത് സൈഡിൽ കൂടെ വല്ലതും വീട്ടിൽ കയറിയാന്ന് അറിയണമല്ല. നിമ്മി മക്കളെ, എടി മോളെ, ദൈവമേ, ഇതെല്ലാം കൂടെ തലയെ കയറ്റി വെച്ചിട്ട് ഈ മനുഷ്യൻ ഈ മുതുകാലൻ ഇത് എവിടെ പോയതാണോ? ഞാൻ പറഞ്ഞതാ ഓട്ടോ എല്ലാം വിളിക്കാന്ന്. ഈശ്വര, ഇവിടെ ഇച്ചിരി വെള്ളം തരാൻ പോലും ആരുമില്ല. അയ്യോ, ആണുങ്ങള് എന്റെ പൊന്നെ ചേച്ചി, എത്ര നാളായെന്നറിയോ കുറച്ച് മനുഷ്യന്മാരെ ഒരുമിച്ച് കണ്ടിട്ട്. എന്നെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കായിരുന്നു ചേട്ടാ 5 മാസമായിട്ട്. ചേട്ടന്റെ പേരെന്തുവാ? ബിജു. ഇവിടാണോ? സ്ഥലം ഇവിടാണോ? അല്ല, എന്റെ ഇവിടെ അണ്ടിപ്പള്ളിയാവും. അവിടാണോ? എന്നിട്ട് ഇവിടെ എന്തുവാ വായി നോക്കാൻ വന്നിരിക്കുവാണോ? വരാറുണ്ടോ? എപ്പോഴും വരാറില്ല, എന്നാലും ചേട്ടൻ കാണണ്ട കേട്ടോ ഇങ്ങനെയൊക്കെ ചിരിച്ചോണ്ടിരിക്കുന്ന. ചേട്ടന്റെ കൈയൊക്കെ ഒന്ന് കാണണോ? ഒരു 2 തന്നാടല്ലോ, അടുത്ത വാവിനെ എഴുന്നേക്കത്തുള്ളൂ. പിന്നെ കൊടകൊന്ന് എടുത്തു തരുമോ? തലയിൽ ഇതിരിക്കുന്നോണ്ട എടുത്തു നോക്കണോ? അയ്യോ എന്റെ പെണ്ണുപിള്ളയുടെ കുടം മറ്റവന്റെ എന്റെ പെണ്ണുപിള്ളയുടെ കുടം മറ്റവന്റെ. എനിക്ക് സുരേന്ദ്രൻ ജോത്സ്യം പറഞ്ഞ സംഭവിക്കാമോ? അളിയ ഒരു 30 സെക്കൻഡ് മുമ്പ് പറഞ്ഞിട്ടല്ലേ അളിയ പോയത്? അതിനു മുമ്പേ തേച്ചണ്ണാക്കി വെച്ച് തന്നല്ലേ? ഞാൻ പറഞ്ഞില്ലേ അളിയ 22:52 അല്ല, കുടം വെച്ച് കൈ കൊടുത്ത കുട എടുത്തു കൊടുക്കാ ഒരാള്, വാങ്ങിക്കാൻ വേറൊരാള്. വാടി ഇങ്ങോട്ട് വാ അളിയാ. എന്റെ അടുത്ത് വേണ്ടായിരുന്നു ചതി കേട്ടാ. ഞാൻ മാന്യമായിട്ട് ഞാൻ പറഞ്ഞു, എന്റെ അവസ്ഥ പറഞ്ഞില്ലേ അളിയാ? ആ പുള്ളി ഭയങ്കര ശല്യം ചേട്ടാ, കുടം എടുത്ത് തരാന്നൊക്കെ പറഞ്ഞു. ശല്യോ? ഈ കുടത്തിന് എന്താ കുഴപ്പം? കനമായിരുന്നു, തലയിൽ ഇതിരിക്കുന്നുണ്ട്, എടുത്തു തരാൻ പറഞ്ഞു. ഭയങ്കര കനോ? ഇവിടെ നോക്കട്ടെ. എടാ 50 ഗ്രാം കടുവിന് ഇതിനേക്കാളും കനമുണ്ട്. നമുക്ക് എടുക്കാൻ വയ്യ. ആണ്ട് അടക്കണം നിന്റെ കുടം. നടുവിന് ഒരു ഗുരുവില്ല എപ്പോഴും. ഇപ്പൊ ഒരു കുഴപ്പമില്ല നടുവിന്. ചേട്ടാ ഇങ്ങനൊന്നും പറ
പറയരുത് കേട്ടോ, ഞാൻ മടുത്ത്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? കല്യാണം കഴിഞ്ഞിട്ട് 5 മാസമായി. ഇതിപ്പോ എത്രാമത്തെ വീടാ മാറുന്നത്? ഇതിപ്പം എല്ലാം കൂടെ ചേർത്ത് 5ാമത്തെ വീട്. കണ്ടോ, എനിക്ക് ഇതെല്ലാം കൂടെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കാൻ എനിക്ക് മടുത്ത്. എനിക്ക് വൈകി. ഇടിച്ചക്ക പ്ലാമൂട് സുരേന്ദ്രൻ ഞാൻ പറയണ കേട്. സുരേന്ദ്രൻ ജോത്സ്യം പറഞ്ഞ നിനക്കറിയാല്ല. എന്ത് പറഞ്ഞു? വാസയോഗ്യമായ വീട്ടിലേ താമസിക്കാവൂ, ഇല്ലെങ്കിൽ മന്ദാകിനി വരുമെന്ന്. മന്ദാകിനിയോ? ആടെ അങ്ങനെ പറഞ്ഞത്? നിങ്ങളല്ലേ പറഞ്ഞേ? ഞാൻ മന്ദാകിനി പറഞ്ഞു. അയ്യോ, മാനഹാനി വരുമെന്ന് മനസ്സിലായ? അല്ലാതെ നിങ്ങൾക്ക് എന്നെ ഡൗട്ട് ഉണ്ടായിട്ടല്ല. ചെറിയ രീതിയിലൊക്കെ അതല്ല, ജോത്സ്യം പറഞ്ഞ അച്ചിട്ടാണ്. അതാണ് നമ്മൾ ഓരോ ജോത്സ്യനെ പറഞ്ഞ എല്ലാം കേട്ടിട്ടായിരുന്നല്ലോ നമ്മൾ ആ വെളിയനാട് വീടെടുത്ത്. ആ വീടിന് എന്തായിരുന്നു പ്രശ്നം? വെളിയനാട് വീടിന് ഒരു ലുക്കും ഇല്ല. ഇടുക്ക് വീടായിരുന്നു. അളിയാ ഹാളിലിരുന്ന് ജനല് തുറക്കാൻ പറ്റൂലേ. തുറക്കണതും മുകേഷിന്റെ ഫിഗർ ഇട്ടുണ്ട് ഒരു സുരേഷ് വെളിയിൽ. പെണ്ണുങ്ങളെ കണ്ടിട്ടേ ഇല്ല. വൃത്തികെട്ട നോട്ടം. എന്തുവാ കേട്ടോ, നമ്മൾ പുതിയതായിട്ടൊരു വീട്ടിൽ കയറുമല്ലോ, ഇങ്ങനെ എന്തുവാ വഴക്കിട്ട് കേറാവോ? അതൊക്കെ കള. എന്തേടി അതൊക്കെ കളയാൻ പറഞ്ഞു. ഏത് കളയാൻ പറഞ്ഞു? പക്വതയില്ലാത്തതിനെ കെട്ടിയെടുത്ത് തലയിൽ ഞാൻ അത് കളയാനാണാ പറഞ്ഞത്. നമ്മൾ സംസാരിച്ചോണ്ട് വന്ന ടോപ്പിക്ക് കളയാനാണ് പറഞ്ഞത്. ഇത് എന്റെ ഭാഗത്തുണ്ട്. ഞാൻ പറഞ്ഞ രീതി അതല്ല അവള് കേട്ടത്. അത് വിട് 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 വിട്. അതാണ് ഞാൻ പറഞ്ഞത്. വന്ന് ആരെങ്കിലും ഒന്ന് എടുത്ത് കൊടുത്ത് നമ്പർ വാങ്ങിച്ചോണ്ട് പോടെ. മെയിൻ ഉദ്ദേശം അതാണ്. അതാണ് എന്ന് വെച്ചാ ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യ്. നീ പറഞ്ഞ പോലെ നമ്മളൊരു വീട്ടിൽ ഐശ്വര്യത്തോടെ കയറാൻ പോവില്ലേ? എന്തിന് വഴക്കും വക്കാണോ ഒക്കെ മാന്യമായിട്ടല്ലേ നമ്മൾ ഇനി 1 വർഷം ജീവിക്കാനുള്ളതല്ലേ? പിന്നെ നിനക്ക് മനസ്സിന് സന്തോഷം വരുന്ന ഒരു കാര്യം പറയട്ടാ. നമ്മൾ ഇന്നു മുതൽ പുതിയൊരു യാത്ര പോവുകയാണ്. ഒറ്റയ്ക്ക് പോയേച്ചാ മതി. വന്ന് കയറി 10 മിനിറ്റ് ആയോ? എന്റെ കാലൊക്കെ കണ്ടോ നീര് വെച്ചു. എനിക്ക് വയ്യനി പോകാനായിട്ട്. ചോറൊക്കെ കൊണ്ടിട്ട് വേണമെങ്കിൽ വൈകുന്നേരം പോവാം. നീ എവിടെ കെട്ടിയെടുത്തോണ്ട് പോണ കാര്യം പറഞ്ഞത്? പുതിയ യാത്രയ്ക്ക് കണ്ടു പോകുന്നു പറഞ്ഞു. എടി മരപ്പാത്തെ, നമ്മൾ ഇന്ന് ഈ വീട്ടിൽ താമസത്തിന് കയറിയല്ലേ? ജീവിതമാകുന്ന യാത്ര നമ്മൾ ഇന്നോട്ട് തുടങ്ങുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഓ, ഈ ജീവിതമാകുന്ന യാത്ര ഇങ്ങനെ നൗകയിൽ ഇങ്ങനെ ഉല്ലസിച്ച് നമ്മൾ പോകുമ്പോ ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി കയറി ഇങ്ങ് വരും. 2 കൈ നീട്ടി സ്വീകരിച്ചോളണം. അതങ്ങ് പരിമല പള്ളി പോയി പറ. നിങ്ങളെ തള്ള ഇങ്ങോട്ട് ഞാൻ കേട്ടതില്ല. അവരെ കൊണ്ടുവരുന്ന കാര്യമല്ല. മിണ്ടരുത്. ആ തള്ളയുടെ ഗുണാധികാരം എന്നെ കൊണ്ട് പറയിപ്പിക്കാം. മിണ്ടരുത് കേട്ടോ. ഇടി, ഞാൻ ആ അതിഥിയുടെ കാര്യമാണോ പറഞ്ഞത്? നീ ഇങ്ങോട്ട് പ്രേമൗട്ടാവാതെ. ഞാൻ അതാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ ജീവിതമാകുന്ന നവകയിലൂടെ ഉല്ലസിച്ചങ്ങനെ പോകുമ്പോ കൊച്ചുണ്ടാവൂലേ? അതാണ് ഞാൻ പറഞ്ഞത്. അവിടുന്ന് ഈ വയസ്സാം കാലത്ത് ആർക്കടി വയസ്സായത്? നിനക്കൊരു കാര്യം അറിയാ? വെളിയിൽ ഇന്ന് വരെ വിടാത്തൊരു രഹസ്യമാണ്. കേരളത്തിൽ 3 പേർക്കാണ് ഇന്ന് വരെ വയസ്സാവാത്തായിട്ടുള്ളത്. ഒന്ന് മമ്മൂട്ടി, പിന്നെ ഒന്ന് ഞാൻ, പിന്നെ കലാപം പ്രചോദനം. 3 പേർക്കും വയസ്സാവില്ല. ഈ സാധനങ്ങളൊക്കെ പരിക്കിട്ട് നമുക്ക് പെട്ടെന്ന് പാല് കാച്ചി ഐശ്വര്യത്തോടെ ജീവിതം തുടങ്ങാം. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പാല് കാച്ചണ്ടേ? വേണ്ട. എന്റെ പൊന്നി ചേച്ചിമാരെ, കഴിഞ്ഞ പ്രാവശ്യം ഒരു വീട് ഞങ്ങൾ എടുത്ത് കവറ് പൊട്ടിച്ച് ആ പാല് പാത്രത്തിൽ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് അടുത്ത വീട് മാറാന്ന് പറഞ്ഞ മനുഷ്യനാ. ഇയാളെ വിശ്വസിക്കാവോ? അത് കാര്യം എന്താണെന്ന് അറിയാമോ? നല്ല ഇടുക്ക് 2 പേര്. നമ്മളെ മറ്റേ സീരിയൽ ശ്രീകൃഷ്ണനെ പോലെ ഇരിക്കണം. കറക്റ്റ് ശ്രീകൃഷ്ണനെ പോലെ ഇരിക്കണം. നല്ല ഐശ്വര്യമുള്ള പിള്ളേര്. അവന്മാരെ നോട്ടം ശരിയല്ല. അതാണ് ഞാൻ അവർക്ക് മാറിയത്. അതുപോലത്തെ ഏരിയ ഒന്നും അല്ല ഇത്. എടി കിടുക്കാച്ചി ഏരിയാണ്. ഒരൊറ്റ പയ്യന്മാരെവിടെ കിട്ടൂല. ആളും അനക്കും ഇല്ലാത്തടത്താണോ വന്ന് കിടക്കുന്നത്? പിന്നെ കണ്ണുറന്ന് അങ്ങോട്ട് നോക്ക്. ഇവിടെ മനുഷ്യനെ വെട്ടിക്കീറി 4 പീസായിട്ട് ഇട്ടാ പോലും ഒരു മനുഷ്യൻ വരില്ല. അത്ര സൈലന്റ് ഏരിയ. തലക്കോളമാണോ? ആളും അനക്കും ഇല്ലാത്തടത്ത് വന്ന് കിടന്ന ഒന്നാതെ നിങ്ങക്ക് വയസ്സും പ്രായമൊക്കെ ആയി. ഇന്നോ നാളെയോ പറയട്ടെ. നിങ്ങക്ക് ഇരുന്ന ഇരിപ്പില് വല്ലേ ചേട്ടാ പറയട്ടെ. ഇരുന്ന ഇരിപ്പില് കയ്യോ കാലോ വല്ല ഉളുക്കി എടുത്തോണ്ട് ഓടാൻ എന്നെ കൊണ്ട് പറ്റുവോ? ആരെങ്കിലും ഒക്കെ വേണ്ടേ? പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നാളെ ഞാൻ ഒരു JCB മേടിക്കും. നീ നാളെ തൊട്ട് JCBയുടെ ഡ്രൈവിംഗ് പഠിക്കാൻ റെഡി ആയിക്കോ. JCB മേടിക്കും. ഞാൻ സുഖമില്ല, തലയിറങ്ങി പൈസ ആയില്ലേ, തലയിറങ്ങി വല്ലതും വീണ് കഴിഞ്ഞാൽ JCBയുടെ കയ്യിൽ എന്നെ കോരി എടുക്കണം. ആശുപത്രി കൊണ്ട് തള്ളണം. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവിടുന്ന് കോരി എടുക്കണം. റൂമിനകത്ത് കൊണ്ട് തള്ളണം. ഒരൊറ്റ പയ്യന്മാരെ കൊണ്ട് എന്റെ ദേഹത്ത് തൊട്ടുപോല്. സഹായത്തിന് വിളിക്കുകയും ചെയ്യരുത്. നീ ഇപ്പൊ ആലോചിക്കണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ JCB പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഡ്രൈവർ വരുമല്ലോ. JCB ക്യാൻസൽ. ഞാൻ ഒരു കാര്യം ചെയ്യാം. ജോൽസിനെ വിളിച്ച് ചോദിച്ചിട്ട് നമുക്ക് മുഹൂർത്തം കറക്റ്റ് കയറാൻ പറ്റിയ മുഹൂർത്തമാണെന്ന് അറിയണ്ടേ? ഹലോ, അടച്ചക്കപ്പിലാമൂട് അല്ല, ഈ ഇടിച്ചക്കപ്പിലാമൂട് സുരേന്ദ്രൻ ജോൽസിൻ? അതെ അതെ അതെ. ആ ജോൽസിന് എന്നെ മനസ്സിലായോ എന്തോ? ഇല്ല. ഭാര്യ വാഴൂല എന്ന് പറഞ്ഞ. ഓ, ആ കിണാപ്പൻ.
അത് തന്നെ നമ്മളെ ജോത്സ്യം പറഞ്ഞ പോലെ പൂരം നക്ഷത്രത്തിൽ പറഞ്ഞ ഒരുത്തൻ എന്റെ ഭാര്യയെ കൊണ്ട് പോകുന്നു പറഞ്ഞില്ലേ? ഞാൻ അങ്ങനെ ഒരു 4-5 വീട് ആയി. ഇപ്പം 4 ചെറുപ്പക്കാര്. ഇപ്പൊ ഈ ഏരിയ കുഴപ്പമില്ല. ഇപ്പൊ അകത്ത് കയറാൻ പറ്റിയ മുഹൂർത്തമാണോ? എടാ നീയെങ്കിലും കേറാ. എന്റെ പെണ്ണും പുള്ള എന്നെ വെളിയിൽ നിർത്തിയേക്കുന്നു. അതെന്തിന്? ഇന്നലെ മെസ്സേജ് പൊക്കി. ചാറ്റ് പൊക്കിയാ? നീയെങ്കിലും കേറ്. നന്നായിരിക്കട്ടെ. അപ്പൊ നല്ല മുഹൂർത്തമല്ലേ? എടി ഐശ്വര്യത്തോടെ കയറി. നല്ല മുഹൂർത്തം. കുടോ സാധനങ്ങളൊക്കെ എടുത്തോ, അടിച്ച് പൊളിക്കാം നമുക്ക്. പൊടവും സാധനമൊക്കെ അടിച്ച് പൊളിക്കാൻ പറഞ്ഞു. പക്വതയില്ലാത്തതിനെ കെട്ടിയ ഇങ്ങനെ തന്നെ ഇരിക്കൂടാ. ദൈവത്തിനാണ് എന്നെ 40 വയസ്സിന് മുമ്പേ കെട്ടിക്കോളെല്ലാം. പക്വതയില്ലാത്ത ഇപ്പൊ നിങ്ങൾ ഒട്ടും റൊമാൻറ്റിക് അല്ല. അന്ന് നിന്നത് എവിടെയെന്ന് കണ്ട? റൊമാൻറ്റിക് അല്ലെന്ന്. എന്റെ റൊമാൻറ്റിക് ഉള്ളിലുണ്ട്, അറിയാം. ഉള്ളിന്ന് പറ. ഐ ലവ് യു. ആനൊക്കെ എടുത്തുണ്ട്. വാ 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 വായോ. നിറതിങ്കളേ നറുപൈതലേ ഇനി എന്നുമില്ലേ ഒളിമിന്നി നീ എന്നുള്ളിലാകെ. ഷോ ആരെയും കാണുന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇതെന്തോ ചെയ്യൂന്ന് നോക്കിയാണ്. ഇക്ക ഓ ഒരു കുപ്പി വെള്ളം തരുവോ? കുഞ്ഞിന് കൊടുക്കാനാണോ? കുഞ്ഞ് അയ്യാത് കുഞ്ഞ് കയ്യിലിരിക്കുന്നേ? ഇത് കുഞ്ഞൊന്നുമല്ല. ഫുള്ള്. ഒന്നാമതേ ആണുങ്ങൾക്ക് ബസ്സിൽ കയറാൻ പറ്റൂല. അപ്പൊ മദ്യം കൊണ്ട് കയറ്റുവോ? നേരെ ഞാൻ ഫുള്ള് മേടിച്ച് കൊച്ചെന്ന് പറഞ്ഞ അങ്ങോട്ട് ചെന്നതേ ഉള്ളൂ ബസ്സിൽ. ചേച്ചിമാരെല്ലാം എനിക്ക് എഴുന്നേറ്റ് തന്ന സീറ്റ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തുവാ കൊച്ചിന് ഓരോ ഉമ്മ കൊടുക്കുന്ന പേര് ഇതാണോ സ്ട്രോ. ഇതിലിങ്ങനെ അങ്ങ് പിടിപ്പിക്കും. എന്നിട്ട് ബസ്സിലിരിക്കും. ആൾക്കാരെ കാണുമ്പോ മക്കളെ ചക്കരെ ഒരു ഉമ്മ ഒരു ഉറിഞ്ചല് 90 അകത്ത്. ഇപ്പൊ തന്നെ 3 പെഗകത്ത് പോയി. ദൈവത്തോർത്ത് കുടിയന്മാരൊന്നും ഇത് അനുകരിക്കില്ലേ. ഇയാള് പോയേ. ഒരു പുതിയ താമസക്കാരാ വീട്ടിൽ വന്നിരിക്കുക. ഈ വീട്ടിൽ താമസക്കാർ വന്നോ? വന്നിട്ടുണ്ട്. ഇവിടെ ഇല്ലാത്തായിരുന്നല്ലേ. എന്തോയാലും താമസക്കാരെ ഒന്ന് പരിചയപ്പെടുത്താം. ദൈവമേ മദ്യം കാണാതെ ഒളിപ്പിച്ചു വെക്കാം. ഹലോ ഹലോ. അകത്താരാ? അകത്താരും ഇല്ല. അകത്താരും ഇല്ലേ? വെളിയിലാരാ? വെളിയിലും ആരും ഇല്ല. അങ്ങനെ അങ്ങ് പുളുത്തണ്ട. എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് അടങ്ങി വന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോ പിരിവുകാരും ശമ്പളക്കാരും ഓരോരുത്തർ. കണ്ണൻ ചേട്ടാ കണ്ണൻ ചേട്ടാ കണ്ണൻ ചേട്ടാ. അണ്ണാ എത്ര നാളായെണ്ണാ കണ്ടിട്ട്? 3-4 വർഷമായില്ലയോ? 5 വർഷമായി. രാഴ്ച താടി മീശൊക്കെ വെച്ചപ്പോ എനിക്ക് പെട്ടെന്ന് അയ്യോ അതെ ആരെന്ന് മനസ്സിലായാ? ഇത് ഞങ്ങളുടെ കൺട്രാക്ടായിരുന്നു പണ്ട് പണി സൈറ്റ്. ഇങ്ങനെ അവിടെ മേച്ചിരി പണിക്ക് കൂടെ പോയ കയ്യാള് ഞാനായിരുന്നു. അയ്യോ എന്തു രസമായിരുന്നു അന്ന്. രാജേഷ് എന്നാലും ഇവിടെ നിന്റെ വീട് കിളിമാനൂരല്ലേ? ആയിരുന്നു ഇവിടെ എന്ത് ടൂർ വന്നതാ? അതല്ലണ്ണാ ഞാൻ കിളിമാനൂരായിരുന്നല്ലോ. പെട്ടെന്ന് എന്റെ വരുമാന മാർഗം അങ്ങ് നിലച്ച്. ഉള്ള ജോലി പോയി കാണുമല്ലേ? അല്ല അച്ഛൻ മരിച്ച്. അതുകൊണ്ട് പുള്ളിയായിരുന്നല്ലോ എന്റെ വരുമാന മാർഗം. തന്റെ പറ്റിച്ച് കള്ളച്ചോറ് തിന്നുന്നവനെ. അങ്ങനെ അച്ഛൻ മരിച്ചപ്പോ അമ്മ വിധുപാലയായല്ലോ. ഇതുപോലെ അല്ല വിധു പ്രതാപ്. ഇപ്പൊ ഇത് ആരെന്ന് ഈ അമ്മ ഇങ്ങനെ അച്ഛൻ മരിക്കുമ്പോ ആവുമല്ലേ വിധവ. വിധവ വിധവ വിധവ. അങ്ങനെ ആയപ്പോ മാമൻ പറഞ്ഞു ഇനി അവിടെ കിടന്ന് നിൽക്കണ്ട, ഇവിടെ ഇങ്ങി വീട്ടിൽ വന്നോ. മാമൻ ഇവിടെ താമസിക്കുന്നേ അടുത്താണ്. ഇവിടെ നിന്ന് നമ്മള് 1 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാ അതുകൊണ്ട് അവിടെ കണ്ട അവിടെ സുമതി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. അവിടെ ഒരു വളവുണ്ട്. എന്തുവാ സുമതി വളവല്ലേ? ഇതെങ്ങനെ പറ്റുന്നു? EMI കടവൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വരുന്നത്. എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കരുത്. ഞാൻ പറഞ്ഞേക്കാം. നീ പോണില്ലേ ഇവിടുന്ന്? അല്ല പോണില്ലേ ഇവിടുന്ന്? എവിടെ എന്തിനു പോണത്? അല്ല നീ ഇവിടുന്ന് വിടുന്നില്ലേ? എനിക്കിവിടെ ഉണ്ട്. ഇവിടെ ക്രിക്കറ്റ് കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെ ക്രിക്കറ്റ്? ഇവിടെ ഒറ്റയ്ക്കല്ല. പിന്നെ ഇപ്പൊ ഞാൻ നേരത്തെ വന്നു. ഇവിടെ 19 പയ്യന്മാരിപ്പോ വരും ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി. ഈ തരിച്ചു ഭൂമിയില്ല. ആര് പറഞ്ഞു തരിച്ചു ഭൂമിയെന്ന്? ഞാൻ അന്വേഷിച്ചിട്ടൊക്കെ തന്നെ. ഇന്നായതുകൊണ്ടാണ് 50. ശനി ഞായറാഴ്ച പണിയില്ല. 100-150 പേര് കാണും ഇവിടെ. ഇവിടെ വേറെ ആൾക്കാർ താമസം ഉണ്ടായിരുന്നു നേരത്തെ. പിന്നെ യുവന്മാരെല്ലാം ഫുൾ ടൈം അവിടെ അല്ലയോ. അവിടുത്തെ ചേച്ചിയായിട്ട് 3 അവന്മാരായിരുന്നു ലൈറ്റ്. ഇത് നാരങ്ങ വെള്ളമൊക്കെ ഇട്ട് കൊടുക്കാല്ലേ. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും? എന്നാലും ഈ പണി സൈറ്റിന്റെ കാര്യം പറയാം. പഴയതൊന്നും ഞാൻ മറന്നിട്ടില്ല കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞ് നീ അങ്ങ് മുതുക്ക് മുറ്റടിച്ച് നടക്കണായിരിക്കും അല്ലേ? ഞാൻ കല്യാണം കഴിഞ്ഞില്ലണ്ണ. കഴിഞ്ഞില്ലേ? ഇല്ല. എന്റെ നാള് പൂരമായിരുന്നല്ലോ. അപ്പൊ ഒരു ജോത്സ്യം പറഞ്ഞു. നമ്മുടെ അടുത്ത ജോത്സ്യൻ ഏതാ? നമ്മുടെ ഒരു ജോത്സ്യം ഉണ്ടായിരുന്നല്ലേ? അയ്യോ അത് മറ്റേ ഇടിച്ചക്കാപ്പിലാമോട് സുരേന്ദ്രൻ അയ്യോ പുള്ളി പറഞ്ഞ അച്ചട്ടാ. പുള്ളി പറഞ്ഞ് പൂരം നാളിലുള്ള നിനക്ക് ഏതോ ഒരു കിണയെന്ന് ഒരു പെണ്ണിനെ കൊണ്ട് നിന്റെ കയ്യെ തരുമെന്ന്.
നീ പറഞ്ഞ കറക്റ്റ് ആണെന്നേ. കറക്റ്റ് തന്നെ, പുള്ളി പറഞ്ഞാൽ കറക്റ്റ് ആണ്. നിങ്ങളിവിടെ ഫാമിലിയായിട്ട് കാര്യമായിട്ടാ അണ്ണ നമ്മളെ സൈറ്റിൽ നിന്നൊക്കെ പോയതിനു ശേഷം എങ്ങനെയാണ് കാര്യങ്ങള്? രജനി അറിയാമോ? പിന്നെ ദേഹം മുഴുവൻ വരച്ച് കുരച്ച് ഞാൻ 4 പ്രാവശ്യം കണ്ടു. ഏത് സൂര്യയുടെ ഗജനി? സൂര്യയുടെ രജനിയല്ല, രജനി എന്ന് പറയുന്നേ ഞങ്ങളുടെ വകയിലെ കുഞ്ഞമ്മേ. ആരുടെ അതൊക്കെ? നിങ്ങളുടെ പഴയ ലൈൻ എന്റെ ബന്ധത്തിലെ കുഞ്ഞമ്മയാ. പണ്ട് പണി സൈറ്റ് ഞാൻ ഇങ്ങനെ മെക്കാട് പണിക്കുമ്പോ കുഞ്ഞമ്മ ഇങ്ങനെ തൂക്കുപാത്രത്തിൽ കഞ്ഞിയും കൊണ്ടുവരും. പുള്ളി 3ാമത്തെ നിലയിലിരുന്ന് പെയിന്റ് അടിച്ചോണ്ടും തേച്ചോണ്ടൊക്കെ ഇരിക്കും. കുഞ്ഞമ്മ ഇതുവഴി പോയി, പുള്ളി താഴോട്ട് നോക്കി, കുഞ്ഞമ്മയെ ഇഷ്ടപ്പെട്ട്. കുഞ്ഞമ്മ ഒറ്റ നോട്ടത്തിൽ തന്നെ കുഞ്ഞമ്മയ്ക്കും പുള്ളിയെ ഇഷ്ടപ്പെട്ട്. രണ്ടും കൂടി മുടിഞ്ഞ പ്രേമമായിരുന്ന ആ സമയത്ത്. അവസാന സമയപ്പോ എന്റെ രജനി കുഞ്ഞമ്മ ചതച്ചിട്ട് പോയി ഇയാള്. അല്ല അത് സംഭവം ഒന്നും അറിയാമോ? ശകല ഏജ് ഓവർ ആയിരുന്നു. കുഞ്ഞമ്മയ്ക്ക് 40 വയസ്സുണ്ടായിരുന്നു, അത്ര തന്നെ. പിന്നെ പറയണ മാമാട്ടി കുട്ടിയമ്മയ്ക്ക് എത്ര ഉണ്ട്? 52. അത് കൂടുതലല്ല, ഞാൻ പറഞ്ഞേക്കാം. നീ പോണില്ലേ എപ്പോഴും? ഇവിടുത്തെ പോകുന്നില്ല. ഞാനിത് അണ്ണം വന്ന് ആരോട് പറയും? ഇവിടെ താഴെ നമ്മുടെ കൺട്രാക്ടാണ് വന്ന ചെടായി പാടേ. ഒരു മനുഷ്യന്റെ അടുത്ത് പറയല്ലേ? എന്തോ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ജീവിച്ചോട്ട്. 2 സാധനം വെളി കിടക്കണ എടുത്ത് വെച്ചോട്ട് വരട്ടെ. 2 സാധനം വെളി കിടക്കണ എടുത്ത് വെച്ചിട്ട് വരട്ടെ. മക്കളെ, ഒരു ഫുള്ള് സാധനങ്ങളൊക്കെ പറക്കി വീട്ടിനകത്തോട്ട് വെയ്. മക്കളെ എന്നാ അപ്പ ഫാമിലി ഉണ്ട്, കുടുംബമായിട്ട് ജീവിക്കുന്നു. മനഃപൂർവ്വമാണ് എന്റെ രജനി കുഞ്ഞമ്മ ഇവൻ ചതിച്ചത്. കൺട്രാക്ട് രജനി കുഞ്ഞമ്മയുടെ കണ്ണീരി നിന്നെ ഞാൻ കുളിപ്പിക്കും, ഞാൻ പറഞ്ഞേക്കാം. തലയിലടിക്കുന്ന ഡൈ ദൈവമേ. അവിടെ വെക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അരവണയാന്ന് വിചാരിച്ച് ഞാനിപ്പോ ഡൈ എടുത്ത് തിന്നിരുന്നെങ്കിലോ ആരും ഉത്തരവാദിത്തം പറഞ്ഞേനെ. സാംസങ് അല്ല, നോക്കിയ. അല്ല സാംസങ്. കൊച്ചേ നോക്കിയാന്ന്. അല്ല സഞ്ജു സാംസനെ പോലുണ്ട്. ആണോ? ചേട്ടാ, ഞാൻ ഈ വെങ്ങാനൂരിൽ നിന്നാണ് ഈ കളി പഠിച്ചു തുടങ്ങിയത്. ഈ 2020 ഞാൻ അങ്ങ് എടുത്ത് എന്നെ പലർക്കും വേൾഡിൽ ഇപ്പൊ ഞാൻ ഭയങ്കര ഫേമസ് ആണ്. ഇനി തിരിച്ച് ഞാൻ വെങ്ങാനൂര് പോകുന്നുണ്ട്. എല്ലാരും പറയുന്നുണ്ട് ഫിഗർ കറക്റ്റ്, ശബ്ദം കറക്റ്റ് എന്ന്. എന്താണ് പേര്? ഇമ്മി. അത് മഴ നനഞ്ഞത് കൊണ്ടായിരിക്കും. എന്ത്? തുമ്മി എന്ന് പറഞ്ഞു. അല്ലോന്റെ പേരാ പറഞ്ഞത്. ആ കോമഡിയിൽ അങ്ങ് വീണി. ഈ ശബ്ദം ഒന്ന് മാറ്റി പിടിച്ചോട്ടെ. അവസാനം വരെ പിടിച്ചു കഴിഞ്ഞാൽ സംഭവം പൊളിയും. അതുകൊണ്ടാണ് കേട്ടാ. ഒരു മിനിറ്റ്. ദൈവമേ, സംഭവം ചെയ്തോട്ടാ. എന്റെ രജനി കുഞ്ഞമ്മ പറഞ്ഞിട്ടുണ്ട്, പരിചയമില്ലാത്തവരെ കണ്ട ക്യാപ്പിട്ട് സംസാരിക്കണമെന്ന്. അതുകൊണ്ടാണ് ക്യാപ്പിട്ടത്. ചിരിക്കൂ ചിരിക്കൂ. കൺട്രാക്ട് ഇത്രയും കെട്ടിക്കാൻ പ്രായമുള്ള ഒരു മോളുണ്ടല്ലേ? എന്റെ രജനി കുഞ്ഞമ്മയെ ചതിച്ചത് കൊണ്ട് നിന്റെ ഈ മോളെ ഞാൻ പ്രേമിച്ച് കെട്ടു. നോക്കി ഇല്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്കിട്ട് കൊടുത്തു. ഇപ്പോ എന്തോ നിന്നല്ല പട്ടിയെ വിളിച്ചത്. അല്ല എന്റെ വീട് അവിടെ ചേട്ടാ, ഇങ്ങോട്ട് ഓടി ചേട്ടാ. എന്തോ ചേട്ടാ, ആര് കാണുന്നു? അയ്യോ, എവിടെ തടിക്കൂ? സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ എടുത്ത് വെച്ചിട്ട് മനുഷ്യന്റെ ഊപ്പാട് വരുന്നത്. അയ്യോ എന്റെ ദൈവമേ. പോയില്ലേ? നീ പോയില്ലേ ഇവിടുന്ന്? ഇവിടുന്ന് എന്തോ പണ്ട് പണി സൈറ്റ് കൺട്രാക്ട് ഉണ്ടായിരുന്നു. സത്യം പറയല്ലോ, കൺട്രാക്ടിന് ഞാൻ എന്റെ അച്ഛനായിട്ടാ കണ്ടേക്കണേ. അച്ഛനാ? മോളെ കെട്ടണമല്ലോ, ഇതൊക്കെ ഉള്ളു ഐഡിയ. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്റെ നാള് പൂരമാണെന്ന്. എന്റെ ടേസ്റ്റിനൊത്ത് ഒരു പെണ്ണിനെ കിട്ടിയില്ലെന്ന്. ഒരു പെണ്ണിനെ കിട്ടി. പെണ്ണ് കിട്ടിയാ? നിന്നെ കൊണ്ടൊരു പെണ്ണിനെ എനിക്കിപ്പൊ കെട്ടിക്കണം. കാര്യം എന്റെ ആവശ്യം അതാണല്ല. പെണ്ണെ കണ്ടുവച്ചിട്ടുണ്ടോ? പെണ്ണിനെ ഞാൻ കണ്ടുവെച്ചു, എനിക്ക് ഇഷ്ടമായി. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നടത്തി തരും. മനസ്സിലായ? പെണ്ണിന്റെ വീട് എവിടെയാണ്? പെണ്ണിന്റെ വീട് എവിടെയാണ്? ഇങ്ങനെ വിരൽ നീട്ടിയാ തൊട്ടടുത്താ. തൊട്ടടുത്താണോ? അങ്ങനെ ആവുമ്പോ നമുക്ക് യാത്രാ ചെലവ് ലാഭിക്കാം. ഭയങ്കര ചെലവാണ്. നമ്മൾ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് ഞാൻ കൂടെ വന്ന് സംസാരിക്കാം, സ്ത്രീധനവും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. മനസ്സിലായോ? എല്ലാം ചാച്ചന്റെ ഇഷ്ടം പോലെ. ചാച്ചനെന്ന് എനിക്ക് വയ്യ. നിന്റെ നല്ല സമയമാണ് ഞാൻ ഇവിടെ വാടകയ്ക്ക് വീടെടുത്ത് ഇവിടെ വന്നത്. മനസ്സിലായോ? എത്രയും പെട്ടെന്ന് കെട്ടിച്ചു തരണേ. എത്രയും പെട്ടെന്ന് എന്നെ കെട്ടിച്ചേരാം. പെണ്ണിന്റെ പേര് പറ. നിമ്മിമോൾ. നിമ്മിമോൾ. നല്ല ഏത് പേര് പറഞ്ഞു? ഇവിടെ കൺട്രാക്ടിന്റെ നിമ്മിമോൾ. ആണ്ട നിന്റെ കൂട്ടുകാരന്മാര് അവിടെ ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞു. എവിടെ? എവിടെ എന്നാ?
നടക്കട്ടെ മോളെ. പറ്റിക്കട്ടെ മോളെ. അയ്യോ, ചേട്ടാ 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 തല്ലല്ലേ ചേട്ടാ 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 തല്ലല്ലേ ചേട്ടാ ചേട്ടാ തല്ലല്ലേ എന്ന് ചേട്ടാ തല്ലല്ലേ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, നിന്റെ അച്ഛനോട് പറ. അതിന് നിങ്ങളോട് ആര് പറഞ്ഞു? ഞാൻ എന്റെ കെട്ടിയോനെടുക്കല പറഞ്ഞേ. കെട്ടിയവനാ? ആ ഇത് എന്റെ കെട്ടിയോ. കണ്ടുകൂടാടെ, അപ്പൊ അച്ഛനും മോളും അല്ലേ? ഇതെന്റെ ഭാര്യ. നോക്കടാ അങ്ങോട്ട്, രണ്ട് യുവമിഥുനങ്ങൾ നിൽക്കണം, കണ്ടൂടെ? അവിടെ യുവമിഥുനം ഓക്കെ, ഇത് യുവ മുതുക്ക്. നീ ഇവിടുന്ന് പോ. അല്ല സംഭവം സത്യം പറയണേ, ഞാൻ ആദ്യം വന്നപ്പോ ഞാൻ മോളാണെന്ന് വിചാരിച്ചോണ്ടാ. സോറി. വിചാരിച്ച് കളഞ്ഞ് സംഭവം കണ്ട്രാക്ക, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ കണ്ട്രാക്കിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഏട്ടത്തിയമ്മയാണല്ലോ. ഏട്ടത്തിമ്മയാണ്. ഏട്ടത്തിയമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? 22. നിങ്ങൾക്കാ? എന്നാൽ ഇത് എങ്ങനെ കണ്ട്രാക്കെ? ഞാൻ ഇവിടെ ഇല്ലടാ, എന്റെ മുഖത്തൊക്കെ സംസാരിക്കടാ. സത്യം പറ, ഇത് എങ്ങനെ? ഇത് സംഭവം എന്ന് പറഞ്ഞാൽ എന്റെ പേഴ്സണാലിറ്റി, എന്റെ ആറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള ഒരു കുറച്ച് സംഭവത്തിൽ അങ്ങ് വീണ്, അത്ര തന്നെ. അപ്പൊ ഗർഭത്തിൽ കുടുങ്ങി, അങ്ങനെ തലയിലായി. നീ എന്റെ BP കൂട്ടല്ലേ? അതല്ല, ഇവിടെ ഒന്നും പറ്റൂല. നീ കളഞ്ഞിട്ട് പോ. എന്നെ കുന്നാല് ഇറങ്ങി പോടെ ഇവിടുന്ന്. കുറെ നേരമായി എന്റെ ഏട്ടനെ നിന്ന് കളിയാക്കാൻ തുടങ്ങിയിട്ട്. ഈ പ്രായത്തിന് കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് വെച്ചോണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ സ്നേഹിച്ച് തന്നെ കെട്ടിയത്. ഞങ്ങളൊന്ന് അപ്ഡേറ്റ് ആകും. ഞങ്ങൾ അല്ലെങ്കിൽ ഈ ജെൻസി പിള്ളേർക്ക് കുറച്ച് പ്രായം പക്വതയൊക്കെ ഉള്ളവരെ. അതെ, പക്വതയുള്ളവരെ കെട്ടിക്കഴിഞ്ഞാൽ കുടുംബത്തിൽ ഒരു സമാധാനം, ഒരു സ്റ്റാൻഡേർഡ്, ഒരു പവർ കാണും അല്ലേടി? ചക്കരേ മോളെ, അകത്തോട്ട് പോ. വാവളെ പങ്കി വാ. എന്റെ ഭാര്യ പറഞ്ഞിട്ട് പോയ എന്താടാ? ഇനി വരുന്നിടത്ത് വെച്ചോ അനുഭവിച്ചോ. എന്തോന്ന് ഭാര്യ പറഞ്ഞിട്ടോ എന്തുവാ? ഏടാ എങ്ങോട്ട് അവളെ വായി ജെൻസി പിള്ളേരെ ഇഷ്ടമെന്നല്ലയോ? ജെൻസ് എന്ന് വെച്ചാ എന്താണ്? ആണ്. ആൺപിള്ളേരെ ഇഷ്ടമെന്നല്ലേ ആ പറഞ്ഞിട്ട് പോയത്? ആണ്. ഒരു കാര്യം ചെയ്യൂ, സംഭവം എന്താണെന്നറിയാമോ? ഞാൻ പെണ്ണ് കെട്ടാൻ നേരത്തെ ബ്രോക്കർ ഈ കുട്ടിയെ ആലോചന കൊണ്ടുവന്ന്. ഒരു പാവപ്പെട്ട കുട്ടിയാണ്, നമ്മളതിൽ പിന്നെ പൂത്ത പൈസ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ജോത്സ്യനെ ചെന്ന് കണ്ട്. അപ്പൊ ജോത്സ്യം പറഞ്ഞ അവളെ സൂക്ഷിക്കണം, പൂരം നക്ഷത്രത്തിൽ പറഞ്ഞ ഒരു പുരുഷന്റെ കൂടെ ഇവള് ഇറങ്ങി പോകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് വീട് മാറി ഞാൻ ഇവിടെ വന്നത്. മനസ്സിലായ? അതുകൊണ്ട് രാശി എനിക്കൊരു സഹായം ചെയ്യണം. ഒന്നുമല്ലെങ്കിൽ ഞാനൊരു തൊഴിൽ പഠിപ്പിച്ച ആശാനല്ലടാ നിന്നെ. എനിക്ക് വേണ്ടി നീ ഒരു സഹായം ചെയ്യണം. എന്ത് വേണം? ആണുങ്ങളും ചെറുപ്പക്കാരും ഇല്ലാത്തൊരു ഏരിയയിൽ ഞങ്ങൾക്ക് ഒരു വീട് സംഘടിപ്പിച്ചതാടാ. അങ്ങനെ കിടുക്കൊരു സ്ഥലമുണ്ട്. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോയി ബാഗും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് വാ. എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കാ, കൊണ്ടുപോടാ നമുക്ക്. 22 വയസ്സുള്ള നിങ്ങളുടെ പെണ്ണുപിള്ള ഇല്ലയോ? അവളെ നേരെ വല്ല ലേഡീസ് ഹോസ്റ്റലിൽ ആക്കണം. എന്നിട്ട് 52 നീ വല്ല ഊളംപാറയിലും പോയി കിടടാ. പിന്നെ ഈ വർഷം യവൻ ഇത്രയും സംശയം, യവനെയാണ് വല്ല ഊളംപാറയിലും കൊണ്ടാക്കണ്ടേ? വീട്ടിന്റെ അകത്ത് ഈ രണ്ട് മുഖങ്ങളും നമ്മൾ വർഷങ്ങളായിട്ട് കണ്ട് നമുക്ക് ഏറെ ഇഷ്ടമുള്ള മുഖമാണ്. പക്ഷെ ഇത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങുന്ന ഒരു മുഖമാണ്. മാളുവിന്റെ എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ് എന്ന് നമുക്ക് ചോദിക്കാം. ബിജുക്കുട്ടൻ ചേട്ടാ, നന്നായിരുന്നു കേട്ടാ, അടിപൊളിയായിരുന്നു, സൂപ്പർ. ബിജു ഒരു അസാധ്യ കലാകാരനാണ് കേട്ടോ. കാരണം അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റണില്ല. കാരണം ഒരു സ്കിറ്റിൽ ആ സ്കിറ്റ് തളർത്താതെ ഇതിക്ക് മുന്നും കാണിച്ചിട്ടുണ്ട് അങ്ങനെ. പക്ഷേ ഇത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, ആദ്യം തുടങ്ങി അവസാനം വരെ ഒരേ റേഞ്ചിൽ കളിച്ച് മടുപ്പില്ലാതെ എത്തിക്കാൻ ഒരു പ്രത്യേക കഴിവ് വേണം കേട്ടോ ബിജു. മാളു ബെസ്റ്റായിരുന്നു കേട്ടോ. കാരണം ബിജുവിൻ്റെ കൂടെ അവസാനം വരെ പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കഴിവല്ല. നിങ്ങളുടെ രണ്ടുപേരുടെ ആദ്യത്തെ ആ കോമ്പോ ഉണ്ടല്ലോ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിലായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ സംശയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട്. പക്ഷേ ഇതുപോലൊരു സംശയം, എൻ്റെ പൊന്നെ, അതൊരു രക്ഷയില്ലട്ടോ. കാരണം അതിനു വേണ്ടി വളഞ്ഞ വഴി കൂടെയൊക്കെ വന്നിട്ടും നമുക്ക് ഈ കൗണ്ടറുകളൊന്നും നമ്മൾ കേൾക്കാത്ത കൗണ്ടറുകളൊക്കെയാണ്. അത് ഭയങ്കര രസമായിട്ട് രണ്ടുപേരും നല്ല ഗ്രാൻഡായിട്ട് കൊണ്ടുപോയി. അതിനുശേഷം വരാനുള്ളൊരു ആക്കിങ് സ്പേസ് ഉണ്ടോ എന്ന് പോലും നമുക്ക് ഡൗട്ടായിപ്പോയി. നല്ല ഗ്രാൻഡായിട്ട് നിൽക്കുന്ന സമയത്ത് സുധീഷ് കയറി വന്നു. സുധീഷിൻ്റെ വരവും എൻട്രിയൊക്കെ നല്ല കിടിലനായിരുന്നു. എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ സഞ്ജുവിനെ നമുക്ക് മറക്കാനേ പറ്റില്ല നമുക്ക്, അല്ലേ? ഇന്ത്യയിലല്ല, വേൾഡിൽ, അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സംഭവങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു ഫിസിക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ ക്യാപ്പൊക്കെ വെച്ചപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ശബ്ദം അനുകരിക്കാൻ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതും നമുക്ക് സഞ്ജുവിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും സന്തോഷമാണ്. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ മാളൂര് എനിക്ക് തോന്നുന്നത് ഒരു സിനിമയിൽ എങ്ങനെയാണ് അഭിനയിക്കുന്ന അതേ ഒരു ഭാഷയിലാണ്. ഒരു സ്കിറ്റ് കാണുന്ന പോലെയല്ല, ഒരു സിനിമ കാണുന്ന പോലെ ആദ്യത്തെ പോർഷനിൽ രണ്ടുപേരും നല്ല മനോഹരമായിട്ട് മാളൂവിന് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാരണം ആ ഒരു കുഞ്ഞു മനസ്സും ആ ഒരു പക്വതയും ഇല്ലാത്ത അതൊക്കെ വളരെ മനോഹരമായിട്ട് മൈന്യൂട്ട്. അവസാനം എന്ന് പറഞ്ഞാൽ ജെൻസി പിള്ളേർക്ക് ഇപ്പോൾ കുറച്ച് പക്വത ഉള്ള ആൾക്കാരാണ് ഇഷ്ടം എന്ന് പറയുമ്പോഴൊരു പക്വത കാണിക്കലും, അത് നേരത്തെ ഒരു അപക്വത കുറവുണ്ടായിരുന്ന ക്യാരക്ടറും രണ്ടും ഗംഭീരമായിരുന്നു. 3 പേരും പൊളിച്ചടിക്കേട്ടാ, ഒരു രക്ഷയില്ല. നമുക്കിനി നേരെ നസീർക്കോട് ചോദിക്കാം. ഇക്ക അടിപൊളി, നല്ല വൃത്തിയായിട്ട്
നിങ്ങൾ ആ സ്കിറ്റ് ചിട്ടപ്പെടുത്തി എടുത്തു. നിങ്ങളുടെ കളി എപ്പോഴും റേഞ്ചുള്ള കളിയാണ്, പക്ഷെ ആ കളിക്കനുസരിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു നേരത്തേക്ക് ഉണ്ടായിരുന്ന ആ ഒരു ക്ഷീണം എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് സ്വയമായിട്ട് ചിന്തിച്ചെടുത്ത ഒരാളാണ് ബിജു എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. കാര്യം കുറേ ഇടയായിട്ട് ബിജു സെലക്ട് ചെയ്തുകൊണ്ടിരുന്ന സബ്ജക്റ്റ് നല്ലതാണ്. ആ സബ്ജക്റ്റിൻ്റെ അകത്ത് കാര്യങ്ങളുടെ കൂടെ തന്നെ കോമഡിയും ഫില്ല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതെല്ലാം ഫില്ല് ചെയ്ത് കറക്റ്റായിട്ടാണ് പോകുന്നത്. അതൊരു നല്ല കാര്യം തന്നെയാണ് കേട്ടോ. അങ്ങനെ വേണം നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട്. ഈ രണ്ടാമത്തത് മാളു നല്ല ആക്ടറാണ്, നല്ല ടൈമിംഗ് ഉണ്ട്, നല്ല മോഡുലേഷൻ ഉണ്ട്, നല്ല നോട്ടങ്ങളെ ലുക്കുകളെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്നുള്ള കറക്റ്റ് ഗ്രാഹ്യമുള്ള ഒരാളെ നിങ്ങളുടെ ടീമിലേക്ക് കിട്ടിയത് അത് ഓൾ ദ ബെസ്റ്റ്. പിന്നെ നമ്മുടെ ഇവൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, നല്ല ഒതുക്കവും അടക്കവും ഒക്കെ ഉള്ള നല്ല മിടുക്കം പയ്യനായിട്ടാണ് നീയും വരുന്നത്. എന്തായാലും ഒരുപാടൊന്നും പറയുന്നില്ല, 3 പേരും ഗംഭീരമായിരുന്നു. എനിക്ക് ഈ സ്കിറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓൾ ദ ബെസ്റ്റ്. ഇക്കയും നല്ല സാറ്റിസ്ഫൈഡ് ആണ്. എങ്കിൽ നമുക്ക് ഇനി പ്രചോദനോട് ചോദിക്കാം. ചേട്ടാ, ബിജു വർഗീസ്, സുധീഷ്, മാളു അടിപൊളി 100 സ്കിറ്റ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അത് കളിച്ച് തീർത്തു എന്നുള്ള കാര്യം. ഒരു സ്റ്റോറി നല്ല രസമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കാര്യം. ആദ്യം തന്നെ ഒരു ചാറ്റ് ചെയ്ത് പറഞ്ഞു 52-22. അപ്പൊ എനിക്ക് കോൺട്രാക്ടർ ആണ്, അങ്ങനെ ഒരു നമ്പർ ഉണ്ടോ? പക്ഷേ അത് അങ്ങനെ ഓരോ സാധനങ്ങൾ രജിസ്റ്റർ ചെയ്ത് പോവാന്ന് പറയുന്ന സാധനമുണ്ട്. ബിജു വർഗീസ് എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. കാര്യം ബിജു വർഗീസ് വന്ന് ഈ പറഞ്ഞതിന് ശേഷം മാളുവിൻ്റെ എൻട്രി വന്നു. മാളു ഞാൻ പറയാം ഐറ്റം വേറെ അടുത്ത പേര് എടുക്കാൻ പോകുന്നൊരു ഉഗ്രൻ ആക്ട്രസ്സാണ് മാളു. എഴുതി തരാം. കാരണം അത് ആ കളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എത്ര മീറ്റർ ചെയ്യണം, എങ്ങനെ അത് കറക്റ്റായിട്ട് ചെയ്യണം. കാര്യം നമ്മളിത് ഇവിടെ കളിച്ചാൽ ഏക്കുവോ എന്ന് സംശയം വരുന്ന സാധനങ്ങളാണ് ഈ കുടം വിടുന്നതും അല്ലെങ്കിൽ ഇതൊക്കെ. പക്ഷേ അത് കറക്റ്റ് ടൈമിങ്ങിൽ കിട്ടുന്നൊരു കയ്യടി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ പറ്റുള്ളൂ. ആ ടൈമിങ്ങിന് ഒരു ഉഗ്രം കൈയടി. നിങ്ങൾ തമ്മിലുള്ള കോംബോ തുടങ്ങി ഒരു ലാഗും ഇല്ലാതെ എല്ലാം കറക്റ്റ് കൗണ്ടർ കയ്യടി മേടിച്ച് ചിരിച്ചു. അതിനുശേഷമാണ് നമ്മുടെ സഞ്ജു സാംസന്റെ എൻട്രി. സാംസ പൊളിച്ചു. അത് എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ട കുടിയന്മാരും ഇത് അനുകരിക്കരുത്, സത്യമാണ്. കാര്യം ട്രോൾ ഉണ്ടാകാൻ പോകുന്നൊരു സാധനമാണ് സുധീഷേ. പിന്നെ നിങ്ങൾ 3 പേര് തമ്മിലുള്ള കോമ്പിനേഷനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ കളിച്ചു തീർത്തു. അടിപൊളിയായിട്ടുണ്ട്. എന്താ പറയുക, ഒരുപാട് സന്തോഷം. 3 പേരും ഗംഭീര ആർട്ടിസ്റ്റ്. രാത്രി കിടന്നുറങ്ങിക്കൊണ്ടിരുന്നപ്പോഴേ ബിജുവണ്ണം പറയണേ, അതായത് ഒന്നാം തരം നമ്മുടെ സുഹൃത്തിന്റെ മോളാണല്ലോ, എടാ നമ്മള് 2 തലമുറയുടെ കൂടെ സ്കിറ്റ് കളിക്കുന്നു, നാളെ മുതൽ നമ്മൾ അടുത്ത തലമുറയുടെ. അപ്പൊ പുള്ളിക്കാരിയും പേടിയാണ്, കാരണം അച്ഛൻ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ കൂട്ടുകാരന്മാരോടാണ് സ്കിറ്റ് കളിക്കുന്നത്, നീ അവരുടെ റേഞ്ച് പിടിച്ചോണം. നല്ല പേടിയില്ലായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എല്ലാരും തുടക്കക്കാരായിരുന്നല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ല, എന്തേലും പറഞ്ഞാൽ 3 പേരെ നിർത്തി അങ്ങ് പറയും, കുഴപ്പമില്ല. ഇത് 2 പേരും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഓരോന്ന് പറയുന്നത് ഞാൻ എന്തോടുക്കുമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. അല്ല, കഴിഞ്ഞ പ്രാവശ്യം നല്ല ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. ആ സ്കിറ്റിന് നല്ല ഫീഡ്ബാക്ക്. കഴിഞ്ഞ പ്രാവശ്യം മനോഹരമായിരുന്നു. ഇത് ഗംഭീരമായിരുന്നു. അടിപൊളി. 3 പേരും പൊളിച്ചടക്കി. ഓൾ ദ ബെസ്റ്റ് 3 പേർക്ക്. താങ്ക് യു കേട്ടോ. അടിപൊളി. അപ്പൊ സഞ്ജു സാംസൺ 144 MP നമുക്ക് ചോദിക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് പ്രചോദേട്ടൻ. ഞാൻ കുറയ്ക്കുന്നില്ല, ഞാനൊരു 16,000 രൂപ. 16,000. മമ്മൂട്ടിയുടെ കൂടെ ഒക്കെ അല്ലേ പ്രായം കമ്പയർ ചെയ്തതാണ്. അപ്പൊ 16,000 രൂപയാണ് പ്രചോദേട്ടൻ തന്നിരിക്കുന്നത്. ഇനി വിളിച്ചിട്ടോ ചേട്ടാ, എന്നെ പൊക്കി പറഞ്ഞില്ലെങ്കിലും ഞാൻ അത് തന്നെ 16,000. ഇനി ഇക്കയുടെ കയ്യിലാണ് ബാക്കി ഇരിക്കുന്നത്. ഞാൻ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തരുന്നതാണ്. വാങ്ങിച്ചു. രൂപ നേടിക്കൊണ്ട് സിൽവർ പഞ്ചടിച്ചിരിക്കുകയാണ്. അടിപൊളി. അപ്പം എന്താണ് സിൽവർ പഞ്ചടിച്ചിരിക്കുകയാണ്? ലേഡീസ് ഫസ്റ്റ്, ആള് പറയൂ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഫസ്റ്റ് എപ്പിസോഡ് വന്നപ്പോ 3 പേരും ഇങ്ങനെ നിൽക്കുന്നു. ഫസ്റ്റ് എന്റെ സൈഡിൽ നിന്ന ചേട്ടനെ കൊണ്ട് പേരും ഇതെല്ലാം പറയിപ്പിച്ചപ്പോ പുതിയ ആൾക്കാരല്ലേ. അത് കഴിഞ്ഞ് അടുത്തത് ഞാനാണല്ലോ. ഞാനിങ്ങനെ മനസ്സിലായിച്ചു അച്ഛന്റെ കാര്യം പറയണം, പിന്നെ ഫീൽഡിൽ കൊണ്ടുവന്ന ഒരു ബ്രദറുണ്ട് മനിച്ചേട്ടൻ, അപ്പൊ ചേട്ടന്റെ കാര്യം പറയണം. മനസ്സിലിങ്ങനെ കണക്ക് കൂട്ടിയിരിക്കുക. ഡയറക്ടർ സാറിന് നന്ദി പറയണ, ഗ്രൂമേഴ്സിന് എല്ലാം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബിജുക്കുട്ടൻ ചേട്ടനും പറഞ്ഞു നടുക്കിക്കുന്ന ആള് പറയണ്ട, അപ്പുറത്തെ ആള് പറഞ്ഞാൽ തെറ്റിച്ചോ, ഇനി പോയോ, കയ്യിന്ന് പോയോ. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ ആള് ചോദിച്ചിട്ടാണ് പിന്നെ പ്രചോദനം ചോദിക്കുന്നത് വീട് എവിടാ, വെളിയനാട്. അപ്പൊ സുഹൃത്തിന്റെ മോളാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ മൊത്തം കയ്യിന്ന് പോയി. ആരുടെയും ഒരു കാര്യവും പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. അനുയോജ്യമായ സമയവും എപ്പിസോഡും ഇതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇപ്പൊ പറയൂ, കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് തുറന്നു പറയും. ആ ഇടിച്ചക്കപ്പളാമൂട് സുരേന്ദ്രൻ ജോത്സ്യൻ, അത് ഇദ്ദേഹമാണ്. ഫസ്റ്റ് അച്ഛനും അമ്മയ്ക്കും നന്ദി പറയുന്നു. ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കാനും അച്ഛന്റെ ആ ഒരു ഫീൽഡ് ആയതുകൊണ്ട് കുഞ്ഞിലെ തൊട്ടേ കണ്ടു വളർന്ന ഈ ഒരു കാര്യങ്ങളാണ്. പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ മിമിക്രി, പാട്ട് ഇതൊക്കെയാ കണ്ടു വളർന്ന്. അപ്പൊ അതിനോടുള്ളൊരു ഇഷ്ടം കാരണമാണ് ഞാൻ വന്നതും. അപ്പൊ അച്ഛനോടും അമ്മയോടും നന്ദി പറയുന്നു. പിന്നെ ഭഗവാനോട്, ഷോ ഡയറക്ടർ സാറിനോട്,
പിന്നെ ഇത്തവണത്തെ ഇതിന് ഇവർ രണ്ടുപേരോട് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ കൊണ്ടുവന്ന മനുചേട്ടൻ, എൻ്റെ ഒരു ബ്രദറാ എന്നെ ആദ്യം ഫസ്റ്റ് ക്യാമറയുടെ മുമ്പിൽ നിർത്തുന്നത്. അപ്പോൾ മനുചേട്ടന് നന്ദി പറയുന്നു. പിന്നെ അതിൽ കൂടുതലൊക്കെ നന്ദി പറയാനുള്ള എൻ്റെ ഫ്രണ്ട്, എൻ്റെ 17 വർഷത്തെ എൻ്റെ സുഹൃത്ത് എൻ്റെ ഫ്രണ്ടിലുണ്ട്. അവളാ 2 പ്രാവശ്യം എൻ്റെ കൂടെ ഞാൻ ഫ്ലോറിൽ കയറുന്ന കാണാനായിട്ട് അവളാ വന്നത്. ഞാൻ പേര് വീണ. 17 വർഷം പരിചയമല്ലേ, വിളിച്ചു കേട്ട്. അതെ. പാടി. അപ്പൊ ഇതാണ് മാളുവിന്റെ ഫ്രണ്ട് വീണ. 17 വർഷമായിട്ടുള്ള കൂട്ടാണ് അല്ലേ? ഫ്രണ്ട്സാ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജനിച്ചപ്പോ തന്നെ കൂട്ടായ 17 വയസ്സേ തോന്നിക്കുള്ളൂ. 5ാം ക്ലാസ് തൊട്ട് ഞങ്ങൾ ഒരുമിച്ചാ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യവും സ്റ്റേജിൽ കയറാനായിട്ട് ഇവളുണ്ടായിരുന്നു ഫ്രണ്ട്. ഞാൻ ഫസ്റ്റ് കയറുമ്പോ കണ്ണൊക്കെ നിറഞ്ഞ് എന്നെ കയറ്റിയത്. ഇവളെ എടുത്ത് പറയാതെ എനിക്ക് പറ്റത്തില്ല. ഹാപ്പിയാണോ? ഒരുപാട് സന്തോഷമുണ്ട്. ഒരു നല്ല നിലയിൽ എത്തി കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായിരിക്കണം ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി. അച്ഛനിപ്പോ എന്തെടുക്കണം? കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു പ്രോഗ്രാമിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. ഇടയ്ക്ക് ചാനലിൽ വരും. അച്ഛന്റെ കൂടെ എന്തെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കാറുണ്ടോ? വേണ്ട. വീണ എന്തെങ്കിലും പരിപാടികൾ ചെയ്യോ? പാട്ട് പാടോ, ഡാൻസ് കളിക്കോ? ഇല്ല, ഒന്നും ചെയ്യത്തില്ല. സപ്പോർട്ടിങ് മാത്രമല്ലേ? എല്ലാം ഇവള് ചെയ്യുന്നുണ്ട്, അപ്പൊ അവളെ സപ്പോർട്ട് ചെയ്യും. ബിജു വർഗീസ് പറയൂ. അർജുൻ സാറ് ഈ ലിസ്റ്റ് ഇട്ടപ്പോൾ മാളു എന്നുള്ളൊരു പേര് കണ്ടു. അപ്പോൾ ഈ മാളു ആരെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഗ്രൂമിങ്ങിന് വന്നപ്പോൾ അതിനു മുമ്പ് ഞാൻ പാണാവള്ളി രാജേഷേട്ടനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ മാളു എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, വെളിയനാട് സുരേഷ് ചേട്ടൻ്റെ മോളാണെന്ന് പറഞ്ഞു. അപ്പോൾ മാളു ആദ്യമായിട്ട് വന്ന് ഞങ്ങൾ ആ റൂമിൽ വന്നിട്ട് റിഹേഴ്സൽ ടൈമിൽ ഞങ്ങളടുത്ത് പറഞ്ഞു, ചേട്ടാ അച്ഛൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു. അച്ഛൻ പറഞ്ഞ് അന്ന് കളിച്ചതുപോലെയല്ല, എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളാണ്, അപ്പം കുഴപ്പമില്ല ചേട്ടാ, എനിക്കൊരു പേടിയുണ്ട്. ആ പേടി ആദ്യത്തെ റിഹേഴ്സലിന് ഫുള്ള് ഡള്ളായിരുന്നു. പിറ്റേ ദിവസം തൊട്ട് ചാർജായി. നമ്മുടെ മേളിൽ ട്രാക്കിലേക്കായി. ഫ്ലോറിൽ കയറാൻ നേരത്ത് ഞങ്ങളടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് ടെൻഷനൊന്നുമില്ല, ഓൾറെഡി ഓക്കെയാണ്, സന്തോഷത്തോടെ കയറിയാണെന്ന്. അല്ല, നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് നിസ്സാരം പോരാ. അത് പിടിച്ചു നിൽക്കാനല്ല, കാര്യത്തിൽ പറഞ്ഞാണത്. നമുക്ക് എതിരെ നിൽക്കുന്ന ഒരാളുടെ ചോദ്യം അല്ലെങ്കിൽ കൗണ്ടർ ഇതനുസരിച്ചാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പം അതിന് ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് നിസ്സാരം പോരാ. മാളു ഉഗ്രനാർട്ടിസ്റ്റാണ്. സുധീഷ് അല്ല, ഞങ്ങൾ ആദ്യം ഇങ്ങനെ ഇത് ചേട്ടൻ പറഞ്ഞ പോലെ ആദ്യം മാളു എന്ന് പറഞ്ഞത് ആരെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വെളിയനാടേട്ടൻ്റെ മോളാണെന്ന് മനസ്സിലായി. അപ്പോൾ വന്നിരുന്ന് മോള് സോഫയിലിരിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്കിറ്റ് പ്ലാൻ ചെയ്യുക. അപ്പോൾ ആദ്യം ഒരെണ്ണം പ്ലാൻ ചെയ്തു. അപ്പം ഞാൻ ഈ മാള് പറഞ്ഞു, ചേട്ടാ നിങ്ങളെയൊക്കെ പണ്ട് കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ കാണുമായിരുന്നു. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ എന്നിട്ട് ഒരു ഐഡിയ വന്നു. എന്നിട്ട് നേരെ ചെന്നിട്ട് പറഞ്ഞു, എന്നാൽ പ്രായം കുറഞ്ഞൊരു കൊച്ചിനെ പ്രായം കൂടി ഒരാൾ കെട്ടി കണ്ടന്റ് എങ്ങനെ പോവോ? പക്ഷേ സുധീഷിനെ റിഹേഴ്സൽ ചെയ്യാൻ കിട്ടിയായിരുന്നു നിങ്ങൾക്ക്? കാരണം ഇന്നലെ ഫുൾ ടൈം സുധീഷ് സഞ്ജു സാംസന്റെ സൗണ്ട് അനുകരിച്ച് ചെയ്യോ? വേദികളിൽ ചെയ്യാറുണ്ടോ? ഇല്ല ചേട്ടാ, അത് ഞാൻ ചുമ്മാ ചെയ്ത നോക്കിയപ്പോ ഒരു വീഡിയോ വന്നു. അപ്പൊ ചേട്ടാ ഞാൻ വെങ്ങാനൂരാണ്, അപ്പൊ ഞാൻ അവിടെ നിന്നാണ് അങ്ങനെ പറഞ്ഞപ്പോ അത് നേരത്തെ ഉള്ള വീഡിയോ ആണ്. ചെറുപ്പത്തിലുള്ള ആ സമയത്ത് അന്നേരം അത് കേട്ടിട്ട് അന്നേരം പെട്ടെന്ന് പറയാൻ വേണ്ടി അന്നേരം പഠിച്ചതാ. അങ്ങനെ അന്നേരം തൊട്ട് ഒരു 2 മണിക്കൂർ കൊണ്ട് സ്ക്രിപ്റ്റായി. അന്ന് തൊട്ട് നല്ലപോലെ റിഹേഴ്സൽ ചെയ്തു. അതിനുള്ള ബലം ഉണ്ടായി. രണ്ടാമത്തെ സ്കിറ്റാണ് സിൽവർ പഞ്ച് അടിച്ചു. വൺസ് അഗൈൻ ഒരു വലിയ കയ്യടി നൽകാം. കാണാട്ടോ, ബൈ. നമ്മള് ആക്ച്വലി ഒരുപാട് ഈ ഒരു കോമഡി മധുരം വിളമ്പുന്നതിന്റെ ഇടയിൽ ഇപ്പൊ ഒരു ഇരട്ടി മധുരം അങ്ങോട്ട് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നൽകാൻ പോവുകയാണ്. 2024 കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ്സ് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും നല്ല കോമഡി പ്രോഗ്രാം ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. അപ്പൊ നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ? ഓക്കെ, അപ്പൊ നമ്മുടെ കാര്യക്കാരില്ലാതെ നമുക്ക് ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങളെ 3 പേരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നസീറിക്ക, പ്രചോദേട്ട, ബിജുകടഞ്ചര, പ്ലീസ് കം ഓൺ ടു ദ ഫ്ലോർ. ശരിക്കും ഭയങ്കര മനസ്സ് നിറഞ്ഞ ഒരു സന്തോഷം, ഇത്രയും വലിയൊരു ടീമിന്റെ പാർട്ടാവാൻ പറ്റുക എന്നുള്ളതല്ലേ ഇക്ക? കാര്യം എന്താന്ന് വെച്ചാൽ ചുരുങ്ങിയ സമയം കൊണ്ട് 500 എപ്പിസോഡ് എത്തുക, അതിന് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായ കാര്യം തന്നെയാണ്. അതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്, അല്ലേ പ്രചോദനം? അല്ല, ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം മികച്ച കോമഡി പ്രോഗ്രാമിൻ്റെ സംസ്ഥാന അവാർഡാണ്. അത് നമ്മുടെ പ്രോഗ്രാമിന് മാത്രമല്ല, ഏറ്റവും നല്ല ബെസ്റ്റ് കോമഡി ആർട്ടിസ്റ്റുള്ള അവാർഡ് കിട്ടി. അപ്പോൾ അവാർഡുകളുടെ ഒരു പെരുമഴ എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും അധികം സംതൃപ്തി എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലവേഴ്സിലെ ടോട്ടൽ ക്രൂസ് നമ്മൾ സമർപ്പിക്കുകയാണ്. കാര്യം ഒരുപാട് സന്തോഷമുണ്ട്. അത്ര യാത്രയാണ് നമ്മൾ ചെയ്തത്. അതിപ്പോൾ ഒരുപാട് കലാകാരന്മാരെ സംഭാവന ചെയ്ത ഈ ഒരു പ്രോഗ്രാം നമ്മുടെ ചരിത്ര താളുകളിൽ ഒന്ന് കുറിച്ചു, അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ നമ്മൾ ഇട്ടു എന്ന് പറയുന്നതിൽ ഒരുപാട് അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും. അതോടെ ഈ ഷോ ഏറ്റെടുത്ത നമ്മുടെ പ്രേക്ഷകർ
അവർക്കും നമ്മൾ ഈ അവാർഡ് സമ്മാനിക്കുകയാണ്. ബിജുക്കുട്ടൻ ചേട്ടൻ എന്താ തോന്നുന്നത്? നമ്മൾ അവിടെ ഇരിക്കുന്ന ഒരു പ്രോഗ്രാമിന് ഒരു സംസ്ഥാന അവാർഡ് കിട്ടുക, നമുക്ക് നേരത്തെയൊക്കെ ഈ ഫ്ലോറിൽ മൊത്തം ഒരു പ്രോഗ്രാമിന് അവാർഡ് കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ ഇവിടെ കളിച്ചിരുന്ന ടീമുകളിലെ ആർട്ടിസ്റ്റുകൾക്ക് വേറെ വിധത്തിൽ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബാസിക്കൊക്കെ സിനിമയിലായിട്ടും ഡബ്ബിങ്ങിനായിട്ടും. അപ്പം തന്നെ നമുക്ക് വളരെ സന്തോഷമാണ്. കാരണം ഈ ഫ്ലോറിൻ്റെ ആർട്ടിസ്റ്റുകളാണല്ലോ അവർ. അപ്പോൾ നമുക്ക് സിനിമയിലൊക്കെ നമുക്ക് അവാർഡ് കിട്ടാറില്ല, നമുക്ക് അതിന് മാത്രം ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ നയിക്കുന്ന ഒരു പരിപാടിക്ക് പ്രോഗ്രാമിന് സംസ്ഥാന അവാർഡ് കിട്ടുക, അഭിനയിക്കുന്നവർക്ക് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മധുരം ഇരട്ടി 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 മധുരമാണ് അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പിനെ ഇങ്ങോട്ട് വിളിക്കാം അല്ലേ? ഒപ്പം അതുപോലെ തന്നെ നമ്മുടെ ശ്രീകണ്ഠൻ സാറിന്റെ വൈഫായിട്ടുള്ള ഉഷ മാഡം, അതായത് മാഡം നമ്മുടെ ഇവിടുത്തെ ചീഫ് മാനേജർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ ഉഷ മാഡത്തിനെയും അർജുൻ ചേട്ടനെയും ഒരുമിച്ച് ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഇതാണ് നമ്മൾ പറഞ്ഞ ആ പുള്ളി, ഷോ ഡയറക്ടർ. കൺഗ്രാജുലേഷൻ. ഇതാണ് ഞങ്ങളുടെ ഉഷ ചേച്ചി, ഞങ്ങളുടെ എല്ലാമായ ഉഷ മാം. ഞങ്ങളൊരു ആർട്ടിസ്റ്റ് ഒരു നാരങ്ങ വെള്ളം കുടിച്ചില്ലെങ്കിൽ അപ്പം തന്നെ കൊടുക്കുന്ന നാരങ്ങ വെള്ളം എന്ന് ധൈര്യസമേതം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ചാർജാക്കുന്ന ഉഷ ചേച്ചി. ശരിക്കും ഇതൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. ഏത് TV ചാനലിലെ കോമഡി പ്രോഗ്രാം എടുത്താലും ഏറ്റവും ബെസ്റ്റ് നമ്പർ 1 നമ്മുടെ കോമഡി ഐറ്റം വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതും. ചുരുങ്ങിയ നിമിഷം കൊണ്ടാണ് നമ്മുടെ അർജുൻ ഈ പ്രോഗ്രാമിനെ ഇത്രയും വലിയ ഒരു ടോപ്പ് ഇതിലേക്ക് എത്തിച്ചത്. ചുരുങ്ങിയ നിമിഷം കൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് വേൾഡ് വൈഡ് എല്ലാവരും ഫേമസ് ആയി കഴിഞ്ഞു. ഇതിലെ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും അവർക്ക് നന്നായിട്ട് പ്രോഗ്രാം കിട്ടുന്നുണ്ട്. നമ്മുടെ സിനിമ കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് നന്ദി പറയേണ്ടത് അർജുനോടൊപ്പം തന്നെ നമ്മുടെ ക്രൂ, നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ക്രൂ എന്ന് പറഞ്ഞാൽ അവർ ഏത് സാഹചര്യത്തിലായാൽ പോലും, ഇപ്പോൾ ഒരു ഇവൻ്റൊക്കെ തന്നെ ആയാലും തലേ ദിവസം വരെ തന്നെ ഒന്നും ശരിയായിട്ടില്ലായിരിക്കും. പക്ഷേ അതിൻ്റെ ലാസ്റ്റ് മിനിറ്റ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലെത്തിക്കും. അത്ര മികച്ച ക്രൂവിനെയാണ് നമ്മുടെ ഫ്ലവേഴ്സിന് കിട്ടിയേക്കുന്നത്. ഈ കോമഡി ഇതിൽ തന്നെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഓരോരുത്തരുടെയൊക്കെ ഈ ഗ്രൂം ചെയ്തെടുക്കുന്നതും അവരുടെ മേക്കപ്പ് ചെയ്യുന്നതും. അപ്പം ഞാൻ അതിശയിച്ച് പോയിട്ടുണ്ട്. ഞാൻ ചോദിക്കാറുണ്ട്, ഇത് ആരാണ് ഇങ്ങനെ മേക്കപ്പ് ചെയ്തെടുത്തത് വെച്ചതെന്ന്. അപ്പോൾ പറയും ഇങ്ങനെ അവരുടെ രാജേഷ്, അവരുടെ എല്ലാവരുടെയും പേര് പറയും. അപ്പം അവിടെ തൊട്ട് തന്നെ തുടങ്ങണം ഈ പ്രോഗ്രാമിൻ്റെ വിജയം. പിന്നെ നമ്മുടെ ക്യാമറ ക്രൂ പറയേണ്ടതില്ല, അവർ 24 മണിക്കൂർ 48 മണിക്കൂറാക്കി വർക്ക് ചെയ്യുന്നവരാണ്. എത്ര മണിക്കൂർ വേണമെങ്കിലും ഇവർക്കെല്ലാം, നമ്മളുടെ എല്ലാ സ്റ്റാഫിനും, ആരും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അങ്ങനെ ഒരു ആത്മാർത്ഥതയോടെയാണ് അവർ ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ അർജുൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇത്രയും പ്രോഗ്രാം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തതിലും ഇത്രയും വിജയം ആക്കിയതിലും ഫ്ലവേഴ്സിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഇനിയും അർജുൻ ഈ പ്രോഗ്രാം വലുതാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തു നിന്നും കമ്പനിയുടെ ഭാഗത്തു നിന്നും എന്ത് സഹായം വേണമെങ്കിലും ചെയ്യുന്നതായിരിക്കും. ജഡ്ജസ് അത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ പ്രിയപ്പെട്ട പ്രജോദ്, ഇത്രയും വലിയ ലെജൻഡായിട്ടുള്ള പ്രജോദ്, പിന്നെ നമ്മുടെ നസീർ ജി, ബിജുക്കുട്ടൻ, എല്ലാവരെയും ഓരോരുത്തരെയും ഞാൻ അങ്ങനെ പറയുന്നില്ലെങ്കിലും പേഴ്സണലി ആയാലും നമ്മുടെ ഒഫീഷ്യലി ആയാലും ഇത്രയും വലിയ ആത്മാർത്ഥതയും സ്നേഹവും ഈ ആർട്ടിസ്റ്റിനെല്ലാം നല്ല സ്നേഹത്തോടുള്ള അഡ്വൈസ് കൊടുക്കുന്നതും എല്ലാം വളരെ നല്ലത് തന്നെ. ഇനിയും തുടരട്ടെ. അർജുൻ ചേട്ടാ, ഞാൻ അധികം സംസാരിക്കാൻ എനിക്കങ്ങനെ അറിയില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും ഞാൻ പറയേണ്ട എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ കുറച്ച് ആളുകളുടെ പേരെടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ആദ്യം പ്രേക്ഷകരോടാണ് ഏറ്റവും വലിയ നന്ദി. അത് കഴിഞ്ഞാൽ ഞാൻ ശ്രീകണ്ഠ സാറിനോട് അങ്ങേയറ്റത്തെ നന്ദി പറയണം. മറ്റൊന്നും കൊണ്ടല്ല, ഈ പ്രൊജക്റ്റ് എന്നെ ഏൽപ്പിച്ചതിൽ ഒരു എന്താ പറയുന്നത്, നന്ദിയും എല്ലാം ഉണ്ട്, കടപ്പാടും എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് ആർട്ടിസ്റ്റുകൾ, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, മുഴുവൻ ആർട്ടിസ്റ്റുകളും. ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം ആർട്ടിസ്റ്റുകളാണ്. പിന്നെ ഗ്രൂമിങ് ടീം, അതിൽ ശശാങ്കൻ ചേട്ടൻ, രാജേഷ് ചേട്ടൻ, അതുപോലെ തന്നെ ജോണേട്ടൻ, സനൂപ്, സുനിൽ വാളത്തുങ്കൽ,
പ്രലോഭ്, ഞാൻ ആരുടെയും പേര് വിട്ടു, കുറച്ചേറെ ആളുകളുണ്ട്. പിന്നെ രജിച്ചേട്ടൻ, അതേപോലെ അക്ഷയ്, ഋതു, പിന്നെ എൻ്റെ അസോസിയേറ്റ് ഷമീം, പ്രൊഡക്ഷനിലെ ഓഡിയോ നോക്കുന്ന അമ്പാടി, ഇവരെല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു 3-4 പേരിൽ വന്ന് ഈ ഷോയുടെ എഡിറ്റേഴ്സായ നിജോ, അതുപോലെ ജീവൻ, ബിനിൽ, സുബീഷ് വയനാട്, പിന്നെ നാരായൺ ജി. പ്രൊഡക്ഷൻ ചെയ്ത് നമ്മളിത് കഴിയുമ്പം രാപകൽ ഇവരാണ് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഓൺലൈൻ എഡിറ്റേഴ്സായ രാജേഷ് കുമ്പളാമ്പുക, അനോജേട്ടൻ, പിന്നെ രഞ്ജിത്ത് വെട്ടത്ത്. അപ്പം അവരോടെല്ലാം ഉള്ള നന്ദി. ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ എൻ്റെ കൂടെ നിന്ന് DOPs 2 പേര്. ബിജു ചേട്ടനായിരുന്നു ആദ്യം ഇതിൻ്റെ DOP, ശേഷം പോളേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ഇൻഡസ്ട്രിയിലെ ഏറ്റവും മുതിർന്ന DOPമാരിലെ ഒരാളാണ്. ഇവരെല്ലാവരും തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഈ പ്രോഗ്രാം ഇത്രയും വലുതായത്. പിന്നെ ആർട്ടിലെ സൗമേഷ് ആൻഡ് ടീം, അവരുടെ പേര് എനിക്ക് എടുത്തു പറയണം. പിന്നെ വിസ്താര ടീം, അതിൽ ശ്രീരാഗ്, പിന്നെ അതുപോലെ തന്നെ അവരുടെ ടീം, പിന്നെ നമ്മുടെ പ്രൊഡക്ഷനിലെ ചേച്ചിമാർ, അതും എടുത്തു പറയേണ്ടതാണ്. പിന്നെ അവസാനം പറയേണ്ടതല്ല, ഓഡിയോ ടീം, ചാക്കോ, എല്ലാവർക്കും ഞാൻ നന്ദി പറയണം. ഞാൻ ആരുടെയും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആർട്ട് പറഞ്ഞു, സൗമേഷ് ആൻഡ് ടീം. അതുപോലെ തന്നെ രാജേഷിൻ്റെ മേക്കപ്പ് ടീം, അത് ഒരു കോമഡി പരിപാടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഒരു ടീമാണ് മേക്കപ്പ് ടീം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടി വണ്ടി ഓടിക്കുന്ന ആളുകൾ, നമുക്ക് ഭക്ഷണം തരുന്ന ആളുകൾ, എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ്യൂമും നമ്മുടെ ലൈറ്റ് കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ ഈ പരിപാടിയെ സംബന്ധിച്ച് നെടുന്തൂണായ ഒരു ഡിപ്പാർട്ട്മെന്റാണ്. അപ്പം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ശരത്തും, അവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു ഈ സ്റ്റാഫിൻ്റെ ഒരു എന്താ പറഞ്ഞാൽ അവരുടെ ഒരു എനർജി, ഒരു എഫിഷ്യൻസി, അവരുടെ ഒരു കൂട്ടായ്മ. എങ്ങനെ അവരെ പുകഴ്ത്തിയാലും എനിക്ക് മതിയാവത്തില്ല. നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ സ്വന്തം, നമ്മുടെ ഫ്ലവേഴ്സിന്റെ, നമ്മുടെ 24-ന്റെ. മീനാക്ഷി, ഇനിയിപ്പോ നമുക്ക് ആഘോഷത്തിന്റെ സമയമാണ്. നമുക്കിനി ഐറ്റം വരെ ഫുൾ ആർട്ടിസ്റ്റുകളെ നമുക്കിവിടെ കൊണ്ടുവരുന്നു. വിത്ത് കേക്ക്. അതിനിടയിൽ നമുക്ക് ഒരാളെയും കൂടെ ഇങ്ങോട്ട് വിളിക്കാനുണ്ട്. ഏറ്റവും മികച്ച ഹാസ്യ അഭിനേതാവിനുള്ള അവാർഡ് നേടിയ പോൾസൺ ചേട്ടനെ കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. പോൾസൺ ചേട്ടാ, പ്ലീസ് കം ഓൺ ടു ദി ഫ്ലോർ. അതുപോലെ തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇതുപോലൊരു അവസരം എനിക്ക് തന്ന ഫ്ലവേഴ്സ് ടിവിയിലുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മളെ വിശ്വസിച്ച് എപ്പോഴും വിളിച്ച് സ്കിറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ ഡയറക്ടർ അർജുൻ സാറിനാണ്. ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷമാണ്. എന്നെക്കാളും കഴിവുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകളുടെ ഒപ്പത്തിനാണ് ഞാൻ പ്രോഗ്രാം ചെയ്യുന്നത്. അതിനിടയിൽ നിന്ന് എനിക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസി ഞാനും ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് 27 വർഷമായി. അപ്പോൾ 2 വർഷത്തിന് മുമ്പ് ബാസിക്ക് സംസ്ഥാന അവാർഡ് കിട്ടി. ഈ വർഷം എനിക്കും കിട്ടി. പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു അവാർഡ് കിട്ടും? എന്തായാലും ബാസി ചേട്ടന് കിട്ടിയല്ലോ. അപ്പൊ പിന്നെ പോൾസൺ ബാസി എന്നാണല്ലോ നിങ്ങൾ അറിയപ്പെടുന്നത് തന്നെ. എന്നെ അർജുൻ സാറാണ് വിളിച്ചിട്ട് പറഞ്ഞത് അവാർഡ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഓക്കെ എന്ന് പറഞ്ഞു. ഞാനത് വലിയ ശ്രദ്ധ കൊടുത്തില്ല. കാരണം എന്താ എനിക്ക് ഇപ്പോൾ സംസ്ഥാന അവാർഡ് കിട്ടുമെന്ന് അങ്ങനെ നമ്മൾ സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു, ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും ഫ്ലവേഴ്സിൻ്റെ അവാർഡ്. പക്ഷേ എന്നെ വിളിച്ചില്ലല്ലോ, ഫംഗ്ഷൻ കഴിയുകയും ചെയ്തു. പിന്നെ എന്തോ അവാർഡാണെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഷെമി ഇവിടുന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആണോ ഒരു ഫോട്ടോ അയക്കണം. ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് വേറൊരാളെന്നെ വിളിച്ചു. അഭിനന്ദനം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പം ഇതൊന്ന് പഠിക്കണമല്ലോ. കോള് കട്ട് ചെയ്തിട്ട് അപ്പം ഞാൻ വിസിറ്റായിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇന്ന സംഭവമാണ് കിട്ടിയത്. ഉടനെ പിന്നെ സാറ് പിന്നെ വീണ്ടും വിളിച്ചു, വിശ്വസിക്കൂ അവാർഡ് കിട്ടി, സംസ്ഥാന അവാർഡാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ സ്കിറ്റുകൾ ചെയ്യുന്നതിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുള്ള ഒരു പ്രോഗ്രാമാണിത്. അതിനിടയിൽ നിന്ന് എനിക്ക് കിട്ടിയതിൽ ഇവരുടെ എല്ലാം സപ്പോർട്ടുണ്ട്. കാരണം നമ്മൾ സ്കിറ്റ് ചെയ്യുമ്പോൾ ഈ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മുടെ റൂമിൽ വരും. സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി താങ്ക്സ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഇല്ലാതെ ഈ ഒരു വേദി ഇൻകംപ്ലീറ്റ് ആണ് എന്ന്. അപ്പൊ നമുക്ക് നമ്മുടെ ആർട്ടിസ്റ്റുകളെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്താലോ? തീർച്ചയായിട്ടും. ഇത് ഐറ്റം വേരുടെ എൻറ്റയർ ടീം ഓഫ് ആർട്ടിസ്റ്റുകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒപ്പം ഫുൾ ക്രൂവിനെ കൂടി വെൽക്കം ചെയ്യാണ്. നമ്മുടെ എല്ലാ ക്രൂ മെമ്പേഴ്സും നമ്മളൊന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ സംസ്ഥാന ടെലിവിഷൻ അവാർഡ്സിന്റെ ഈ ഒരു പുരസ്കാര നിറവിൽ ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ നിൽക്കുന്ന ഈ നിമിഷം നമുക്കൊന്ന് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിച്ചാലോ?
നമ്മളെല്ലാരും മധുരം പങ്കിട്ടു, നമ്മുടെ സന്തോഷം പങ്കിട്ടു. അപ്പൊ നമുക്കിനി ബാക്ക് ഓൺ പരിപാടിയിലേക്ക് തുടങ്ങിയാലോ? ബിഗ് താങ്ക്സ് പ്രേക്ഷകർക്ക്, ഒരു ഓഡിയൻസിനാണ് ഞങ്ങൾ വലിയൊരു താങ്ക്സ് പറയുന്നത്. ഞങ്ങൾ ഇത്രയും കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്ത് ഈ ഷോ ഒരു സ്റ്റേറ്റ് അവാർഡും ഇതിൽ ബെസ്റ്റ് ഡയറക്ടർക്കും ബെസ്റ്റ് കൊമേഡിയനുമുള്ള ഒരു അവാർഡ് ഞങ്ങൾക്ക് വാങ്ങി തന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർക്ക് തന്നെ വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ വിനാശ്? തുടങ്ങാം. നമ്മുടെ എല്ലാവരുടെയും ഒന്നിച്ചുള്ള ഒരു വിജയമാണ്. അപ്പൊ ഇനി ബാക്കി പരിപാടികളിലേക്ക് കടക്കാം. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ചിരിച്ചില്ലേ എല്ലാരും? കാര്യക്കാരെ നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? അപ്പൊ ഡബിൾ ചിരിയുമായി ട്രിപ്പിൾ ചിരിയുമായി നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, tata, love you, good night, bye.